ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു പായസം എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഈ ഒരു സേമിയ പായസം എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നല്ല നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യ് ഒന്ന് മെൽറ്റായി വന്നാൽ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഒരു നെയ്യിൽ വെച്ചിട്ട് നമുക്ക് ഈ കാഷ്യൂനട്ട് ഒന്ന് വറുത്തെടുക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾ മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. മുന്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കാഷ്യൂനട്ടിൻ്റെ കൂടെ മുന്തിരിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാഷ്യൂനട്ടൊക്കെ വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ആ ഒരു നെയ്യിലേക്ക് തന്നെ നമുക്ക് ഒരു കപ്പ് സേമിയയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു സേമിയ ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ഏകദേശം 2-3 മിനിറ്റ് നേരം സേമിയ വറുത്തെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. നമ്മുടെ സേമിയം ഇവിടെ വറവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 കപ്പ് തിളപ്പിച്ചിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി തിളപ്പിച്ച് എടുത്തിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു പാലിൽ വെച്ചിട്ടാണ് നമുക്ക് സേമിയ വേവിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് ഇതുപോലെ ഇടയ്ക്ക് ഇളക്കിയിട്ട് നമുക്ക് സേമിയ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതും കൂടി മിക്സ് ആക്കിയിട്ട് ഈ ഒരു പഞ്ചസാരയിലും കൂടി കിടന്നിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ഈ സേമിയ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ ഫുള്ളായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 4 കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പാലും കൂടെ ചേർത്തിട്ട് ഈ സേമിയയും കൂടെ ചേർത്തിട്ട് ചെറിയ രീതിയിലൊന്ന് ഈ പാലൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്ത് പാലൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത് ചേർത്ത് കൊടുത്തിട്ട പാലും ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3-4 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ട് അതിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് ഒരു 1/2 മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്കാവുമ്പോൾ നമുക്കിത് പായസം തീ ഓഫ് ചെയ്ത് വെക്കാം. ഒന്നും കൂടി തണുത്ത് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി ഒന്ന് തിക്കായി കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേജിൽ തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു സേമിയ പായസം ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സേമിയ പായസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്